ഹായ് ഗായ്സ്, വെൽക്കം ടു haashazworld. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നിനും പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോസായിട്ടൊക്കെ ഡെയിലി ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ ഇപ്പോൾ ഇത് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും വെളുത്തുള്ളി, പിന്നെ ഇഞ്ചീൻ്റെ പേസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബീഫും വേണം. ബീഫ് വേവിച്ച് ഞാൻ നേരത്തെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചട്ടി കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട, യെല്ലോ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഇവമോൾ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് ആട്ടം പോയി വന്നപ്പോഴത്തേനും ചട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായി. അവളിടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഉണ്ടാക്കിയല്ലേ പറ്റുമെന്ന് വെച്ചിട്ട് അങ്ങനെല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലോണം വാടി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഞ്ചീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇവ ഇടക്കിടക്ക് ചിനുങ്ങി കരയണുണ്ടായിരുന്നു. ഇടക്കിടക്ക് പോയി ആട്ടും വരും, ചിലപ്പോൾ തീയൊക്കെയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പച്ചമുളകും കുറച്ച് വേപ്പിലയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു സ്റ്റൈലാണ്. എൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കൊച്ചി കട്ട്ലൈറ്റാണ് കേട്ടോ ഇത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പേര് പറയാം. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചതൊന്ന് ഉടച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അതിൻ്റെ ഷേപ്പാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒട്ടും വെള്ളം തന്നെ പാടില്ല. അപ്പോൾ അധികം വെന്ത് പോയാലും നമുക്ക് ഇച്ചിരി വെള്ളം പോലെയാവും. അപ്പോൾ ഒന്ന് ശരിക്കൊന്ന് നമുക്കൊന്ന് എന്താ പറയുക, ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതായത് കണ്ട വെള്ളം ഇടക്കിടക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇവളിങ്ങനെ എണീറ്റ് കരഞ്ഞ് ഉറക്കമാണ്, പക്ഷെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് എന്താ പറയുക, കട്ട്ലൈറ്റിന് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾ, പിന്നെ എന്താണ് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം. തന്നെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വാട്ടി അതിൻ്റെ പച്ചമുളക് മാറണ വരെ ഒന്ന് വാട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എന്താ നമ്മുടെ ബീഫ് ഇവിടെ വേവിച്ച് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ആ മസാലയിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് നാൾ ഇളക്കിയതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ടാണ് തന്നെ അപ്പോൾ അത് വീഡിയോ എടുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവ ഇടയ്ക്ക് എണീക്കും, കരയും. അതുകൊണ്ട് അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവായിട്ട് ആകെ കൊളാബറേഷൻ ആയിരുന്നു. പിന്നെ അർഷാദ് ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂട് കുറച്ച് പോയതിന് ശേഷം പിടിക്കാൻ പറ്റുന്ന ആ ഒരു ഇതാവുമ്പോൾ നമുക്കൊന്ന് ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അയ്യോ, അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് കൊച്ചി സ്റ്റൈലാണ് ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നടുക്കിലിരിക്കണ രണ്ടെണ്ണം മിസ്സാക്കാൻ വേണ്ടിയിട്ട്, അവൾ കട്ട്ലൈറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവൾക്കൊരു അട്രാക്ഷൻ തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ അവൾ കഴിച്ചില്ല. അവളെന്താ പറയുക, ഒരെണ്ണത്തിൻ്റെ പകുതി എന്തോ കഴിച്ചുള്ളൂ. അവൾക്ക് ഇങ്ങനെ സവാളയൊന്നും കടിക്കുന്ന ആൾക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവൾ അത്രയ്ക്കും കഴിച്ചില്ല. ഇനി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് വേണം വറുക്കാനായിട്ട്. ഇവാനപ്പോൾ കൊണ്ടുവന്ന് ഞാൻ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടേൻ്റെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് ഒഴിക്കാം.
ഒഴിക്കാന്നല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പറയണതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങളതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് കാണുമല്ലോ. ഇതേമാതിരി ആദ്യം മുട്ടയിൽ മുക്കും. അങ്ങനെ ഇങ്ങനെ കോട്ട് ചെയ്യണതാണ് കേട്ടോ കൊച്ചി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ. ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. അവർ റസ്ക് പൊടി യൂസ് ചെയ്യാറില്ല, റസ്ക് പൊടിയിൽ മുക്കില്ല, ആകെ മുട്ടയിൽ മാത്രമാണ് ഇങ്ങനെ മുക്കി പൊരിക്കണത്. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മറ്റേ റസ്ക് പൊടി ഇട്ടതിനും ഒരു ടേസ്റ്റ്, രണ്ടും. പക്ഷേ കട്ട്ലൈറ്റിൻ്റെ മസാലയൊക്കെ ഒന്ന് തന്നെയാണ്. എങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യണതാണ് എനിക്ക് ഇച്ചിരി കൂടി എന്താ പറയുക ഇഷ്ടം ആയതിട്ടാണ്. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇന്നിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോകണ്ട, രണ്ടാമത്തെ രീതിക്കുള്ളിൽ ഞാൻ ചെയ്യാൻ പോകണം. ആദ്യം മുട്ടേൻ്റെ ഇതിൽ മുക്കി, പിന്നെ അതിന് ശേഷം റസ്ക് പൊടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. നിങ്ങൾക്കൊക്കെ എന്തായാലും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ ഇതേമാതിരി കുക്കിംഗ് അറിയാത്തതിനെ പോലൊക്കെ ഉള്ള വല്ലവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് യൂസ്ഫുള്ളായിക്കോട്ടെ കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ ഏത് രീതിയിലാണ് ഉണ്ടാക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അങ്ങനെ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് ഇപ്പോൾ ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നോമ്പിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കടികൾ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാത്തത്, പിന്നെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.